ആ മുകളിലുള്ള ഡോർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വല്യമ്പരാക്കന്മാരല്ല, ചീഫ് ഓഫ് കിളിമാനു പാലസ്, അവിടെ വന്നിരിക്കും. ഡോർ തുറന്ന് അവിടെ കസേര ഇട്ട് അവിടെ ഇത് താഴത്തേക്ക് നോക്കി ജനങ്ങളുമായിട്ട് കാര്യസ്ഥന്മാരൊക്കെ ഉണ്ട്, അവരുമായിട്ട് സംവദിക്കും, അവരുടെ പ്രശ്നങ്ങൾ പഠിക്കും. അപ്പം തന്നെ ഡിസിഷൻ ഓർഡർ ഇടുന്നു, അത് അവരുടെ നടത്തി കൊടുക്കുക. ഈ മുറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ മുറിയാണ് മടപ്പള്ളി എന്ന് പറയും, കൊച്ചു മടപ്പള്ളി. മടപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം പാകം ചെയ്ത് കഴിക്കുന്ന സ്ഥലം. ഈ മടപ്പള്ളിയിലായിരുന്നു വേലുത്തമ്പി ദളവയുടെ അവസാന അത്താഴം നടന്നത്. ഒരു ദത്തെന്ന് പറയുന്ന ഒരു 3 പേര് ഒരു കുടുംബാംഗങ്ങളെ മാത്രമല്ല, ആ കോലത്തെ ആ അധികാര സ്ഥാനത്തിരിക്കുന്ന അവരുടെ ആശ്രിതരായിരുന്ന ഇത്ര പേരെ വെച്ച് അങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ഒരു സംസ്കാരം, ഒരു ആചാരം. സ്വാമിയേ അയ്യപ്പ സ്വാമിയേ അയ്യപ്പ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. ഈ മുറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ മുറിയാണ് മടപ്പള്ളി എന്ന് പറയും, കൊച്ചു മടപ്പള്ളി. മടപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം പാകം ചെയ്ത് കഴിക്കുന്ന സ്ഥലം. ഈ മടപ്പള്ളിയിലായിരുന്നു വേലുത്തമ്പി ദളവയുടെ അവസാന അത്താഴം നടന്നത്. ഞാൻ പറഞ്ഞു, അതിന് രക്ഷപ്പെട്ട് കിളിമാനു കൊട്ടാരത്തിൽ വന്നു. അദ്ദേഹം അവസാനത്തെ ആഹാരം കഴിച്ചത് ആ മടപ്പള്ളിയിൽ. ആ മടപ്പള്ളി ഇന്നും സജീവമാണ്. ഉത്സവകാലത്ത് വിശേഷങ്ങൾ ഞങ്ങളത് തുറക്കും. അവിടെ ഇന്നും ഭക്ഷണം പാകം ചെയ്യും, ആഹാരം കഴിക്കും. അപ്പൊ ഇന്ന് ഉത്സവം വരുമ്പോൾ നമ്പൂതിരിമാർ തന്ത്രിമാർക്കൊക്കെ അവിടെയാണ് കൊടുക്കുന്നത്. അപ്പൊ വേലുത്തമ്പി ദളവ ഇരുന്ന് ആഹാരം കഴിച്ചിരുന്ന സ്ഥലമാണ് മടപ്പള്ളി. പിന്നീടാണ് ഉടവാളൊക്കെ ഇവിടെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം രക്ഷപ്പെടുന്നത്. ഇവിടെ നിന്ന് രഹസ്യമാർഗത്തിൽ രക്ഷപ്പെടുകയാണ്. അപ്പം അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ ഇത് വലിയൊരു ചരിത്രമാണ്. ചരിത്രം എന്ന് പറഞ്ഞാൽ കിളിമാനു കൊട്ടാരത്തിന്റെ ഏറ്റവും പഴക്കമുള്ള ഏറ്റവും പഴക്കമുള്ള കെട്ടിടം അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ ഭാഗം പൂമുഖപ്പടി എന്ന് പറയും. ഇതൊന്നും ഇല്ല 1752 അല്ല 53 കാലഘട്ടങ്ങളിൽ കിളിമാനു കൊട്ടാരത്തിലേക്ക് നമ്മൾ വന്നാൽ ആ വലിയ വളച്ചുവാതിൽ കടന്ന ചിത്രശാലയിലെ പഴയമാളിയിലെ നാടകശാലയിലെ ആ കെട്ടിടമെല്ലാം ഒന്നുമില്ല, നേരെ ഇതാ കാണുക. അതുകൊണ്ടാണ് പൂമുഖപ്പടി എന്നൊരു പേര് വന്നത്. പിൽക്കാലത്ത് ഓരോന്നായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു അല്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇത് 1800 തുടക്കത്തിൽ നാടകശാല വന്നു, 1812 കാലഘട്ടങ്ങളിൽ പഴയമാളി വന്നു, 1875 കാലഘട്ടത്തിൽ ചിത്രശാല രവിവർമ്മ പണി കഴിപ്പിച്ചു, 1904 കാലഘട്ടത്തിൽ പുത്തൻമാളിയെ പണി കഴിപ്പിച്ചു. പക്ഷെ ഇതിനെല്ലാം മുൻപ് ഞാൻ വീരമാർത്താണ്ഡവർമ്മ ദേശം കരുമുഴുവായിട്ട് പതിച്ചു നിൽപ്പോൾ ഈ കിളിമാനു കൊട്ടാരം സ്വന്തം അച്ഛൻ്റെ തറവാടിന് വേണ്ടിയിട്ട് സ്ഥലം തിരഞ്ഞെടുത്തത് മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ്. അദ്ദേഹം ആദ്യമായിട്ട് അതിനുവേണ്ടി പണി കഴിപ്പിച്ചത് ഈ ഭാഗത്താണ്. ഈ കെട്ടിടമൊക്കെ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലത്തേ ഉള്ളതാണ്. അപ്പൊ അത്രയും പഴക്കം. അപ്പൊ ഏറ്റവും പഴക്കമുള്ള ബ്ലോക്കിലേക്ക് കയറാൻ പോവുകയാണ് നമ്മൾ. അതായത് ചരിത്രം പുറകിലേക്ക്, ഒരു 100 വർഷത്തേക്ക് നമ്മൾ വീണ്ടും ഇത് 1800കളാണ്, അത് 1700കളിലേക്ക് കയറാൻ പോവുക നമ്മൾ ഈ ഡോറ് കടന്നാൽ. അപ്പൊ അതുകൊണ്ടാണ് ഈ ശ്രീചക്രം ഇവിടെ വരാൻ കാരണം. അന്ന് ആര് വരച്ചോന്ന് അറിയില്ല. ഈ ശ്രീചക്രം അന്ന് മുതലേ ഉണ്ട്. ഇതിനെ ഞങ്ങൾ പരിരക്ഷിച്ചു വരികയാണ്. ആര് വരച്ചാന്ന് അറിയില്ല. എന്തായാലും വളരെ പഴക്കമുണ്ട്. ആര് വരച്ചു എന്നുള്ളത് അറിയില്ല. ഇനി അതൊന്ന് ചോദിച്ച് മനസ്സിലാക്കണമെന്നുണ്ട്. ആർക്കെങ്കിലും അറിയുമോ എന്ന് എനിക്ക് അറിയില്ല. അതിനി ഒന്ന് നോക്കാം. എന്തായാലും വളരെ പഴയതാണ്. ഇതാണ് പൂമുഖപ്പടി. ഈ പടിയൊക്കെ കണ്ടല്ലോ, തടി അല്ല. ഈ ഡോർ അടച്ചിട്ട് അന്നത്തെ കാലത്ത് സ്ത്രീകളും കുട്ടികളും ഈ ജനൽ വഴി പ്രോഗ്രാംസ് വാച്ച് ചെയ്യും. ആ മുകളിലുള്ള ഡോർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വല്യമ്പരാക്കന്മാരല്ല, ചീഫ് ഓഫ് കിളിമാനു പാലസ്. ഭരണമുള്ള കാലത്ത് രാവിലത്തെ സമയങ്ങളിൽ ജനങ്ങളുടെ ആവലാതികൾ കേൾക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഗം. അവിടെ വന്നിരിക്കും. ഡോർ തുറന്ന് അവിടെ കസേര ഇട്ട് അവിടെ ഇരുന്ന് താഴത്തേക്ക് നോക്കി ജനങ്ങളുമായിട്ട് കാര്യസ്ഥന്മാരൊക്കെ ഉണ്ട്, അവരുമായിട്ട് സംവദിക്കും, അവരുടെ പ്രശ്നങ്ങൾ പഠിക്കും. അപ്പം തന്നെ ഡിസിഷൻ ഓർഡർ ഇടുന്നു, അത് അവരുടെ നടത്തി കൊടുക്കുക, ഇത് ചെയ്യുക. വലിയക്കാര്, കാര്യസ്ഥന്മാർ, അതുമായിട്ട് ബന്ധപ്പെട്ടവർ, മുതൽപെടുത്ത കാര്യക്കാർ, പാർവതീയക്കാര്യക്കാർ, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇത്തരം ഡിസിഷൻ മേക്കിംഗ് പോയിന്റുമായിരുന്നു ഒരു ഭരണത്തിൻ്റെ ഒരു. ചില സമയത്ത് രാവിലെ ഇങ്ങനെയുണ്ട്, സന്ധ്യ മയങ്ങിയാൽ ഇവിടെ കലയുടെ കേളി കൊട്ടുമായിരിക്കും.
അപ്പോൾ രണ്ട് രീതിയിലും ദിസ് ഈസ് കണക്റ്റഡ്. ഈ നാലുകെട്ടിൽ വെച്ചാണ് എല്ലാ പൂജാകർമ്മങ്ങളും ഒക്കെ നടക്കുക. ഈ പറഞ്ഞ ആറാട്ടിന് അയ്യപ്പനെ എഴുന്നള്ളിച്ച് ഇവിടെ കൊണ്ടുവരും. ഇവിടെ വെച്ചുള്ള പൂജ, പറയിടല്, ഭജന പാടലുകൾ. അത് കഴിഞ്ഞ് അയ്യപ്പൻ തിരികെ 2-2.5 മണിക്കൂർ കഴിയുമ്പോൾ തിരികെ അദ്ദേഹം മടങ്ങുന്നു ആ പരിവാര സമേതം. അപ്പോൾ അത് വലിയൊരു കാഴ്ചയാണ്, വൈകാരികമാണ്. നിറയെ വിളക്കുകളും ചിരാതുകളും വിളക്കുകളും വെച്ചത് നല്ലൊരു കാഴ്ചയാണ്. ഇവിടെ നമ്മുടെ നോക്കിയാൽ അങ്ങ് വരുമ്പോൾ കാണുന്ന ഒരു നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കുക. ഇന്നത് ക്ലോസ്ഡ് ആണല്ല, എത്ര ബ്യൂട്ടി ആയിരിക്കും. നിങ്ങൾ ക്യാമറ ബ്യൂട്ടിഫുൾ ഫ്രെയിം ആയിരിക്കും. വലിയൊരു കാഴ്ചയാണ്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നേർ കാഴ്ച തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ക്യാമറയുടെ ബ്യൂട്ടിയും കൂടെ വരുമ്പോൾ അത് വളരെ ഡബിൾ ആവും അതിൻ്റെ ഒരു കാഴ്ചയുടെ ഭംഗി. അപ്പോൾ അങ്ങനെ എഴുന്നള്ളിച്ച് വന്ന് ഈ ഡോറും തുറന്ന് ഇതിനകത്ത് ഇരുത്തിയിട്ട് പൂജകളൊക്കെ ഉണ്ട്. അവസാനം ഇവർ അല്ലെങ്കിൽ ഈ തന്ത്രിമാർ ഈ വിഗ്രഹം കൊണ്ട് മടങ്ങും. ആനപ്പുറത്ത് അവിടെ താഴെ ആന വെയിറ്റ് ചെയ്യും. ആനപ്പുറത്ത് കയറി അവരമ്പത്തൂടെ നടന്ന് അങ്ങനെ അമ്പലത്തിൽ പോയി ഈ കാഴ്ച കാണാൻ തിരികെ ഞങ്ങളുടെ മുതിർന്ന സ്ത്രീകൾ, കുടുംബാംഗങ്ങളടക്കം എല്ലാവരും ആ ആർച്ചിൽ ആ ഫ്രണ്ടിൽ വന്ന് അവിടെ ഒരു അരമതിലുണ്ട്, അതിൻ്റെ മുകളിൽ കയറി നിന്നിങ്ങനെ കണ്ടുകൊണ്ട് അത് പഠിക്കൊക്കെ നിൽക്കും. ഇത് അയ്യപ്പൻ വർഷത്തിലൊരിക്കൽ ഞങ്ങളുടെ ഭരദേവത തൊട്ട് മുമ്പിലാണെങ്കിൽ പോലും വർഷത്തിലൊരിക്കൽ കുടുംബത്തിനകത്തേക്ക് ഞങ്ങളെ കാണാൻ വേണ്ടി വരുന്നു എന്നുള്ള സങ്കല്പം അദ്ദേഹത്തിന് സ്വീകരിക്കുന്നു. ഞങ്ങൾ അദ്ദേഹത്തിനുള്ള നിവേദ്യമൊക്കെ കൊടുക്കുന്നു, അദ്ദേഹത്തിന് പറയിടുന്നു, പൂജകൾ ചെയ്യുന്നു, ഞങ്ങളുടേതായ ഭജനങ്ങളൊക്കെ പാടുന്നു. അവസാനം ഹരിവരാസനം പാടി യാത്ര അയക്കുന്നു. ഹരിവരാസനം പാടാൻ എനിക്ക് ഇങ്ങനെ ഭാഗ്യം കിട്ടാറുണ്ട്. ആ സമയത്ത് ഹരിവരാസനം ഞാൻ പാടാറുണ്ട്. ഹരിവരാസനം കുറച്ച് പാടാം. ഹരിവരാസനം വിശ്വമോഹനം ഹരിദീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. സ്വാമിയേ അയ്യപ്പ, സ്വാമിയേ അയ്യപ്പ, ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. ഒന്നും പറയാനില്ല എനിക്ക്. കുറച്ച് പാടാന്നുള്ളത് പാടി അദ്ദേഹം പാടിപ്പിച്ചു. മുഴുവൻ പാടിക്കോളൂ. പാടി നിങ്ങൾക്ക് ഇനി എന്താന്ന് വെച്ചാൽ ചെയ്യാം, അത്രയും. പക്ഷെ ആ ഒരു ഇന്റൻസ് എനിക്ക് ഇതിലൊരു ഭാഗം കട്ട് ചെയ്യാതെ ഈ പാട്ട് മൊത്തത്തിൽ എന്ത് വന്നാലും ഞാൻ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഒരു അന്നേരം പറയാൻ തോന്നി, പാടാൻ തോന്നി. പാടിയപ്പോ മുഴുവൻ പാടിക്കോളാൻ അദ്ദേഹം തന്നെ പറഞ്ഞു, ഇടയ്ക്ക് വെച്ച് നിർത്തണ്ട, ഇത് മുഴുവൻ ആയിട്ടില്ല, ഇനി ഒരുപാടുണ്ട്. നമ്മളിത് സിനിമയില് ദാസേട്ടൻ പാടിയ പക്ഷെ ഇത് മുഴുവൻ ഒരുപാടുണ്ട്. അത്രയും പാടുന്നതാണ് എപ്പോഴും നല്ലത്. ഇതെല്ലാം നാലുകെട്ടിന്റെ കഥ പറഞ്ഞു. ഇവിടെയൊക്കെ നാലുകെട്ടിലേക്ക് കയറുന്ന മുറികളാണ്. ഓരോ സൈഡിൽ നിന്ന് കയറാം. ഇത് ശ്രാദ്ധകർമ്മങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഒരു കിളിമാന കൊട്ടാരത്തിലെ കുടുംബാംഗം ജനനം തൊട്ട് മരണം വരെയുള്ള എല്ലാ ലൈഫ് സ്പാനിലുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഒരു ഏരിയയാണ്. അതുപോലെ ഉത്സവകാലത്തെ ഇത്, പിന്നെ ശിവരാത്രി വന്നാല്, നവരാത്രി വന്നാല്, വിനായക ചതുർത്ഥി വന്നാൽ ഇതെല്ലാം ഈ നാലുകെട്ട് ഈ പരിസരവും സജീവമായിരിക്കും. അത് ഇന്നും തുടരുന്നു. വരൂ. ഇത് ഞാൻ പറഞ്ഞ പോലെ തേവാരപ്പുര ഞങ്ങളുടെ കൊട്ടാരത്തിന്റെ തന്നെ പൂജാമുറി എന്ന് ഞാൻ പറയാറില്ലേ. പൂജ അപ്പൊ ഞങ്ങൾ അമ്പലങ്ങളെല്ലാം ഉണ്ട്. ഇതിന് പൂജാമുറി പ്രതിഷ്ഠയല്ല. ഇവിടെ തേവാരങ്ങളെ ഇവിടെ വെച്ചിട്ടുണ്ട്. പൂജയൊക്കെ നടക്കും. രാവിലത്തെ പൂജ കഴിഞ്ഞു രാവിലെ, പിന്നെ എല്ലാ ദിവസവും ഉണ്ട്. നമ്പൂരിമാരുണ്ട്. ഇവിടുത്തെ പണ്ടേയുള്ള പരമ്പരാഗതമായിട്ടുള്ള ഞങ്ങൾ ദത്ത് വന്നു എന്ന് പറഞ്ഞു വടക്കുന്നല്ലേ, ആ ദത്തിനോടനുബന്ധിച്ച് വന്ന ഞങ്ങളോടൊപ്പം വന്ന എല്ലാവരും, അതില് നമ്പൂതിരിമാരുണ്ട്, കഴകക്കാർ, വാര്യന്മാർ, നമ്പീശന്മാരുണ്ട്, അലക്കുകാരുണ്ട്, ആശാരിമാരുണ്ട്, കല്ലാശാരിമാരുണ്ട്, നായർ പടയാളികളുണ്ട്. എന്നുവെച്ചാൽ ഒരു സംസ്കാരത്തിന് മുഴുവനാണ് പറിച്ചു നടപ്പെടുന്നത്. ഒരു ദത്തെന്ന് പറയുന്ന ഒരു 4-3-7 പേര് ഒരു കുടുംബാംഗങ്ങളെ മാത്രമല്ല, ആ കോലത്തെ ആ അധികാര സ്ഥാനത്തിരിക്കുന്ന അവരുടെ ആശ്രിതരായിരുന്ന ഇത്ര പേരെ വെച്ച് അങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ഒരു സംസ്കാരം, ഒരു ആചാരം,
മൊത്തം പറിച്ച് നടപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ചിട്ടകൾ മുഴുവൻ വടക്കൻ ചിട്ടകളാണ്. ഉത്സവം നടത്തുന്ന ഇന്നും പരപ്പനങ്ങാടി അല്ലെങ്കിൽ നിറങ്കൈതക്കോട്ട ശാസ്താവ് ഭഗവതി അവിടുത്തെ തന്ത്രം ഉള്ള നമ്പൂതിരി കുടുംബത്തിൽ നിന്ന് തന്നെ, അതായത് ചെറമംഗലത്ത് മന നാരായണൻ നമ്പൂതിരി പാടും അദ്ദേഹം നിർദ്ദേശിക്കുന്ന തന്ത്രിമാർ മാത്രമേ ഇവിടെ വരുള്ളൂ. ഓ അങ്ങനെ ഇന്നും അങ്ങനെ തന്നെയാണ്. പനാവൂർ ഇല്ലത്തെ ദിവാരൻ നമ്പൂരിപ്പാട് അടക്കമുള്ള ഞങ്ങൾക്ക് വരുന്ന അതുകൊണ്ട് ആ തന്ത്രം അത് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതെല്ലാം വടക്കൻ ചിട്ടയാണ് ഓരോന്നും. അപ്പൊ ഈ തേവാരപ്പുര ഞാൻ പറഞ്ഞു രാവിലത്തെ പൂജ കഴിഞ്ഞ് നാളെ തുറക്കും. ഞാൻ പറഞ്ഞു വിഷു ഒക്കെ നമ്മള് കണി കാണുന്നതൊക്കെ ഇവിടെയും കണി വെക്കും, ആ കാവില് വെക്കും, അമ്പലത്തിൽ അയ്യപ്പന്റെ അമ്പലത്തിൽ വെക്കും, എല്ലാ സ്ഥലത്തും കണി ഒരുക്കും, മുറികളിൽ വെക്കും, നമ്മുടെ അകത്തെ പൂജാമുറിയിൽ വെക്കും. അപ്പൊ ഇതെല്ലാം ഇത് കിണറുകൾ. ഇതുപോലെ കിണറുകൾ ഒരുപാടുണ്ട്. കൊട്ടാരത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഒരു 10-30ഓളം കിണറുകൾ ഈ കൊട്ടാരത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. നിങ്ങൾ കയറി വരുമ്പോൾ പുറത്ത് കണ്ടിട്ടുണ്ട്, അവിടെ കണ്ടിട്ടുണ്ട്. ഓരോ കെട്ടിടത്തിലേക്കും വെള്ളം എടുക്കാൻ ഇന്നും കോരിതാ നമ്മള് ഈ സിനിമകളിലൊക്കെ കാണാറുണ്ടല്ലോ, ഉള്ളിൽ നിങ്ങൾക്ക് എടുക്കാം. നമ്മൾ കൂടുതൽ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ ഇത്. ഇത് തടിക്കപ്പി, തടിയിലുണ്ടാക്കിയത്. ഇതുപോലെ അല്ലാതെ ഉള്ളതുകൊണ്ട് ഇരുമ്പിന്റെ അത് കണ്ടിട്ടില്ല. ഇത് തടിയിലുള്ളതാണ്. അത് കറങ്ങും. അത് തന്നെ കയറിട്ടി വലിക്കുമ്പോൾ ആ ഡോറ് തുറന്ന് ഇവിടെയും തുറന്ന് വെള്ളം എടുത്ത് വലിച്ച് പൊക്കിയെടുത്ത് ഇന്നും അത് തന്നെ, ഇന്നും വർക്കിംഗ് ആണത്. അത്രയും പഴക്കമുണ്ട്, വളരെ പഴക്കമുള്ള. ഞാൻ പറഞ്ഞ പോലെ ഒരു 3:30 മണി പണ്ടൊക്കെ ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ ഇത് തുറക്കും. അന്ന് അങ്ങനെ ആയിരുന്നു. അതുകൊണ്ടാണത് ഈ രീതിയിൽ ഇന്നും കാലം മാറിയെങ്കിൽ ഇത് ഇപ്പോഴും രാവിലെ തുറക്കുന്നുണ്ട്. അത്ര നേരത്തെ അല്ലെങ്കിൽ പോലും ഇന്നും തുറന്ന് പൂജകൾ ചെയ്യും. ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതി എങ്ങനെ നിലനിന്നിരുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇതെല്ലാം. നമുക്ക് ഈ ഊട്ടുപുരകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരുമിച്ച് ആഹാരം കഴിക്കുന്നത്, അല്ലെ ഒരുമിച്ചുള്ള എല്ലാ കാര്യവും. ഇപ്പൊ ഇതിങ്ങോട്ട് കയറിക്കോളൂ. ഇതാണ് നമ്മുടെ ഹോമപുര എന്ന് പറഞ്ഞാൽ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഹോമങ്ങൾ നടന്നിരുന്ന സ്ഥലമാണ്. ഇപ്പോഴും നടക്കുന്ന സ്ഥലം, നടന്നിരുന്നു എന്നല്ല, നടക്കുന്ന സ്ഥലമാണ്. ഭഗവതി സേവ, ത്രികാല പൂജകളൊക്കെ നടക്കും. ഭഗവതി സേവ, പിന്നെ ഗണപതി ഹോമം, ഇങ്ങനെ വിശേഷാൽ പൂജകൾ നടക്കുന്ന സ്ഥലം. അത് ചാണകത്തറ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ചാണകത്തറ പണ്ട് കാലത്ത് മാത്രം നമുക്ക് കാണാൻ പറ്റിയിരുന്ന ഒരു സംഭവമാണത്. ഞങ്ങളുടെ നാട്ടിലേക്ക് ഇപ്പൊ ഈ തിരുവാതിരയ്ക്ക് ചാണകം മെഴുകും. തിരുവാതിര തളമാണത്. തിരുവാതിര തളം എന്ന് പറയും. ആ തിരുവാതിര തളത്തിലാണ് എട്ടങ്ങാട് നിവേദിക്കലും. അപ്പൊ ഈ നട തുറക്കും. തുറന്ന് അങ്ങോട്ടൊക്കെ പോയി റെസിഡൻഷ്യൽ ഏരിയ, എന്താ പറയാ, അന്തപുരം എന്ന് പറയുന്ന സ്ഥലം, അവിടെ കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലം. ഈ പടിക്കെട്ട് കയറി ഇടത്തോട്ടും തിരിഞ്ഞ നിറയെ കെട്ടിടങ്ങളുണ്ട്. അപ്പം അന്നത്തെ കാലത്തും ഇന്നാണേലും കുടുംബാംഗങ്ങൾ നേരെ ഇറങ്ങി ഇങ്ങനെ വരാം. മനസ്സിലായില്ലേ? അവര് താമസിക്കുന്ന കോട്ടേജുകളിൽ നിന്ന് ഇറങ്ങി ഇതിനകത്തൂടെ വന്ന് ഈ അമ്പലത്തിൽ വരാം, പിന്നെ അങ്ങോട്ട് പോകാം, എല്ലാ കാവിലേക്ക് പോകാം ഒക്കെ. അപ്പൊ ഇതൊരു സ്ട്രക്ചറൽ ഡ്യൂട്ടി എന്ന് പറയുന്നതും ഒരു കൂട്ടുകുടുംബം എങ്ങനെ നിലനിന്നിരുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. അപ്പം അതിനനുസരിച്ച കൺസ്ട്രക്ഷൻ. അപ്പം ഹോമപുര ഇത് ഇന്നും സജീവമാണ്. ഇതാണ് നമ്മുടെ നാലുകെട്ട്. ഈ നാലുകെട്ട് ഞാൻ പറഞ്ഞല്ലോ, നാലുകെട്ട് കഥകളൊക്കെ പറഞ്ഞു. അതൊക്കെ വിശേഷങ്ങൾ വരുമ്പോൾ തുറക്കുള്ളൂ, അത് കഴിഞ്ഞ് അങ്ങ് അടയ്ക്കും, അത്രേ ഉള്ളൂ. ഇപ്പത്തെ നാലുകെട്ടുകൾ കുറച്ചുകൂടി മോഡേണൈസ്ഡ് ആണ്. ഞങ്ങൾ അങ്ങനെ ഒരു ലൈറ്റും ഫാനും അത് നമ്മുടേതായ കുറച്ച് ആവശ്യമുള്ള സംഭവങ്ങൾ വന്നു എന്നല്ലാണ്ട് വലിയ പ്രകടമായ മാറ്റങ്ങൾ അതെല്ലാം അങ്ങനെ തന്നെയാണ്. ഒന്ന് മാറ്റം, അതേപോലെ പ്രകടമായ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. ഒക്കെ ഞങ്ങൾ ഇതിൽ പാലിച്ചു കൊണ്ടുവന്നതിന് കാരണം വരും തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യേണ്ടതാണിത്. ഞങ്ങൾ ചെയ്തുകൊണ്ട് ഉത്തരവാദിത്വം, അതാണ് നമ്മുടെ ധർമ്മം, കർമ്മം. അത് തന്നെയാണ്, അതിനപ്പുറം വേറെ ഒന്നുമില്ല. നമ്മളുണ്ടാക്കിയ അല്ലല്ലോ ഇതൊന്നും. അല്ല, തീർച്ചയായിട്ടും. കാവ് എന്ന് പറഞ്ഞില്ലേ, വേട്ടയങ്കരം കാവ്, ആ വഴിക്ക് പോകണം. നാടാശ്വര ഒരു കാര്യം പറഞ്ഞു, കരീന്ദ്രൻ തമ്പുരാനെ കുറിച്ച് പറഞ്ഞില്ലേ. കരീന്ദ്രൻ തമ്പുരാൻ സ്വാതിരുന്നാൾ മഹാരാജാവിന്റെ ആസ്ഥാന വിദ്വാനായിരുന്നു. വിദ്വാൻ കോയിൽ തമ്പുരാൻ എന്നറിയപ്പെടുന്ന ചെറുണ്ണി രാജരാജവർമ്മ കോയിൽ തമ്പുരാൻ. അദ്ദേഹത്തിന്റെ രാവണവിജയം ആട്ടക്കഥ ഉൾപ്പെടെയുള്ള ആട്ടൽ കഥകളും തുള്ളൽ കഥകളൊക്കെ ഇവിടെ അരങ്ങേറിയിരുന്നു എന്ന് പറഞ്ഞു. ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് പറഞ്ഞു സ്വാതി തിരുനാളും കരീന്ദ്രൻ. ഇതെങ്ങനെ ഉണ്ടായത്, കൂടുതലുണ്ടായെന്ന് അറിയാം. അതിനൊരു ഒരു സംഭവം ഉണ്ടായി. കുട്ടിക്കാലത്ത് സ്വാതിരുന്നാളും ഇവിടെ വന്ന സമയത്ത് ഇവർ ഒരുമിച്ച് ആ വേട്ടയങ്കരം കാവിലെ അമ്പലത്തിൽ അവിടെ പോയി തൊഴുതു. കുടുംബാംഗങ്ങളൊക്കെ ഉണ്ട്. തൊഴുന്ന സമയത്ത് ഈ കരീന്ദ്രൻ തമ്പുരാൻ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു സിദ്ധിയുണ്ട്. ദ്രുതകവിയാണ്, പെട്ടെന്ന് കവിതകൾ രചിച്ച് കളയും. സംസ്കൃതത്തിലും മലയാളത്തിലും മണിപ്രവാളത്തിലൊക്കെ അങ്ങനെ ഒരു സിദ്ധിയല്ല. 8-9 വയസ്സേ ഉള്ളൂ, സ്വാതിക്കും അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ നടയിലെത്തിയപ്പോൾ കരീന്ദ്രൻ്റെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ അമ്മ പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് ഇവിടുത്തെ ദേവനെ കുറിച്ച് ചൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കവിത നിമിഷ നേരം കണ്ട് ചൊല്ലി. അത് ഞാനിവിടെ ആലപിക്കാം. അത് ആ ശിവപാർവതി സങ്കല്പമാണ്, അതിനെക്കുറിച്ചിട്ടാണ്. വിതത കുടിലകേശം വിദ്യുമാനൻ തുലേശം കമലശരവിനാശം കാളമേഘ പ്രകാശം വനചരതനുമീശം വൈരിണാം കാലപാശം ശുകഹരിണപുരേശം ഭവേ പാർവതീശം
ശുകഹരിണപുരേശൻ ഭവേ പാർവതീശം. ശുകഹരിണപുരം, കിളിമാനൂർ, കിളികളും മാനുകളും ഒക്കെയുള്ള ഊരിൻ്റെ അധിപനായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു, ആ ദേവനെ. അതാണ് ഈ ശ്ലോകം അവിടെ രചിച്ചപ്പോൾ എല്ലാവർക്കും വലിയ അത്ഭുതമായി. സ്വാതി തിരുനാൾ വളരെ അടുപ്പമായി. ഉടനെ ഈ കുട്ടിയെയും എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. പിന്നെ പഠനം എല്ലാം തിരുവനന്തപുരത്ത്. ഇവർ ഒരുമിച്ചാണ് പഠിച്ചത്. ആയുധാഭ്യാസമാവട്ടെ, അശ്വാഭ്യാസമാവട്ടെ, പഠനമാവട്ടെ, സംസ്കൃതമാവട്ടെ, കലയാവട്ടെ, എല്ലാം. അതുകൊണ്ടാണ് അവർ കളിക്കൂട്ടുകാരായി. പിന്നെ രാജാവായപ്പോൾ ഇദ്ദേഹത്തിനെ പിടിച്ച് ആസ്ഥാന വിദ്വാനാക്കി. സ്വാതി നമ്മെ വിട്ടുപോയി, തൊട്ടുപറി ഇദ്ദേഹവും പോയി. അപ്പൊ ഏകദേശം അതാണ്. അപ്പൊ ആ വേട്ടക്കാരൻ കാവിൽ വെച്ച് ആ ശ്ലോകം രചിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവര് തമ്മിലുള്ള അടുപ്പത്തിന് ഇത്രയും ഒരു അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതും അതും കണക്ട് ആണ്. അപ്പൊ ഞാൻ കാവിൽ കൊണ്ടുപോകുന്നില്ല. പിന്നെ നമുക്ക് വേറെ ദിവസം വരിക. കാവുകൾക്ക് വേണ്ടി മാത്രമായിട്ട് നമുക്ക് ഇനി പറയാത്ത ചില കഥകളുമായിട്ട് വീണ്ടും കിളിമാനൂർ കൊട്ടാരത്തിന് അങ്കണങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും വീണ്ടും നമുക്ക് കാണാം. തമ്പുരാന്റെ ഒപ്പം നമ്മൾ തിരിച്ചെത്തുന്നതായിരിക്കും. ഇവിടുത്തെ കാവിന്റെ വിശേഷങ്ങളും ഇനിയും ഒരുപാട് കഥകൾ കേൾക്കാനുണ്ട്, കുറെ കൂടി പാട്ടുകൾ കേൾക്കാനുണ്ട് അല്ലേ. ആവട്ടെ.